വിളിച്ച ബുദ്ധിമുട്ടായി സാറേ. ഞാൻ ലീവായിരുന്നു. ഡോക്ടേഴ്സ് അല്ലേ, വിളിച്ചവരായിരിക്കാൻ പറ്റുമോ? അമ്മ എന്തി? അമ്മയല്ല, അച്ഛാമ്മ അവിടെ ഉണ്ട്. വണ്ടിക്കകത്തെ ഒരു ബോക്സിൽ പൊടിഞ്ഞെടുത്തേക്കണേ. ശ്വാസം നല്ല കണക്കൊന്ന് എടുത്തു വിട്ടേ അമ്മേ. ശ്വാസേ നല്ല കണക്കൊന്ന് എടുത്തു വിട്ടേ. വേറൊന്നുമില്ല, പ്രഷർ പറഞ്ഞതിൻ്റെ. ഇന്ന് പ്രായമായില്ലയോ, ഒരു തുണ്ടി ആലോചിച്ചിട്ടുണ്ട്. ആ മരുന്ന് കഴിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങോട്ട്. സാറേ, ഫീസ് ഞാനേ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയും കൊണ്ട് എത്തിക്കാം. ഓ, തന്നാ മതി. വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ? ഇല്ല സാറേ, വിളിക്കേണ്ട കാര്യമില്ല. നീ എന്തിനാ ഇങ്ങനെ നിർത്താതെ വിളിക്കുന്നേ? അണ്ടി ഓഫീസിൽ ജോലിക്ക് ഇരിക്കുന്ന ഞാൻ എന്തോ ചെയ്യാനാ? അച്ഛാമ്മയ്ക്ക് വീണ്ടും ഒട്ടും വയ്യാതെ വന്നു. എന്തോ വേണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എടാ, അത് കൂടെ കൂടെ ഉള്ളേ അല്ലയോ? അതെന്തോ ഇത്ര ഇടന്നങ്ങ് വിളിക്കായി? ഞാനങ്ങ് പേടിച്ചു പോയായിരുന്നു. അവസാനം ഡോക്ടറിനെ വിളിച്ചു വരുത്തി. ആ, നീ അതും ചെയ്തോ? എന്നിട്ട് പൈസ കൊടുത്തായിരുന്നോ? ഇല്ല, എൻ്റെ ഇല്ലായിരുന്നു. വൈകിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അയ്യോ, അയാൾക്ക് മിനിമം 800 രൂപ ചാർജ്. വല്ല ഓട്ടോയും വിളിച്ച് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി കൂടായിരുന്നോ? അതാകുമ്പോ 200 രൂപ ആകത്തോളായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മൂമ്മ എടുത്തോണ്ട് എന്ത് ചെയ്യാനാ? എടാ, നീ ഫോൺ വിളിച്ചപ്പോഴേ ആ മാനയുടെ വായിരുന്ന് മൊത്തം ഞാനാ കേട്ടത്. ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ വിളിക്കുന്നെന്നും പറഞ്ഞ്. അല്ലേലും പൈസയുടെ വില ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ലല്ലേ? ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് അമ്മ എടുത്തോണ്ട് പൈസ വയ്ക്കാറുണ്ടോ? അതിന് എടാ, നിന്റെ കാര്യമല്ല പറഞ്ഞേ, അത് കിടക്കുന്ന അമ്മയുടെ കാര്യ പറഞ്ഞേ. എത്ര മക്കളുണ്ട്? മരുമകളെ ഞാനാ ഇപ്പൊ നോക്കുന്നത്. എന്തുവാണോട് ഇത്? ഇത്രയും നേരം നീ അവിടെ പോയി കടന്ന്? നീ കേട്ടോ, ഞാൻ എന്തോ സുഖാസത്തിന് പോയാണൊക്കെ സംസാരിക്കുന്നത്. കെട്ടിച്ച് വിട്ടപ്പം തൊട്ട് തുടങ്ങിയ കഷ്ടകാല. ഞാൻ ചാവാറായി, എന്നാലും എന്റെ ഗതി ഇത് തന്നെ. എടാ വിഷ്ണു മോനെ. എന്തോ അമ്മേ? നെയ്യാ മോനെ. ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. ജോലിയുടെ കാര്യം ശരിയായോ മോനെ? ഇല്ല മുമ്മേ, ഉടനെ ശരിയാവും. ഗൾഫിലല്ലേ ബോംബൊക്കെ ഇടുന്നേ? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ സുഖ ജീവിതമല്ലേ?